നയൻതാരയുടെ ആദ്യ ഷോട്ട് അതിനു മുമ്പ് വീഡിയോ നയൻതാര ആക്ച്വലി ഫസ്റ്റ് വന്നിട്ട് ഓഡീഷനിൽ ഇൻ്റർവ്യൂ പോലെ ആ. കഴിഞ്ഞിട്ട് ഷി ഗോൺ. ഉം. അപ്പം പടം തുടങ്ങുക വളരെ അടുത്ത ദിവസങ്ങളായി. ഉം. അപ്പോൾ സത്യേട്ടൻ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആയിട്ടില്ല ഇതുവരെ, ഉം. ഒരു പുതുമുഖമാണ് ഞാൻ ആലോചിക്കുന്നത്. കിട്ടിയില്ലെങ്കിൽ ഞാൻ മറ്റേ അതിന് മുമ്പ് ചെയ്ത അസിൻ ഉം. അസിനെ തന്നെ വിളിക്കാം. തമിഴ് പടത്തിലേതോ ഇരിക്കുന്നത്, ഉം. ഇല്ലെങ്കിൽ അസിനെ തന്നെ തിരിച്ച് വിളിക്കണം എന്തോ സൂചന കിട്ടി. ഉം. അപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫ് അഴകൻ ആരെങ്കിലും മനസ്സിലുണ്ടോയെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നുമില്ല, പെട്ടെന്ന് ഓർക്കുന്നില്ല. എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് എന്തെങ്കിലും നമ്മൾക്ക് വന്നതിൽ ഉണ്ടോയെന്ന് ചോദിച്ചു. ഉം. അപ്പോൾ ഒരു 4-5 ഫോട്ടോഗ്രാഫ്സ് ഉം. എടുത്ത് കാണിച്ചു. അതിൽ 3 ഫോട്ടോഗ്രാഫ് ഞാൻ മാറ്റി വെച്ചു. ഉം. ഒന്ന് നയൻതാരയുടെ ഫോട്ടോ, ഉം. ಇನ್ನೊಂದು പത്മപ്രിയയുടെ ഫോട്ടോ, ഉം. ಇನ್ನൊരു ഫോട്ടോ വന്ന് ഒരു മോഡലെന്ന് തോന്നുന്നു. ഉം. അപ്പം ഞാൻ ഇത് ചോദിച്ചപ്പോൾ ഇത് ബാംഗ്ലൂരാണെന്ന്. ഉം. ഈ കുട്ടി ആരാന്ന് ചോദിച്ചു. ഈ കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാതില്ലേ. അപ്പോൾ ഉം. കൊച്ച് ഉം. ഇതും ബാംഗ്ലൂരിലാണ്. അവൾ IT-ലെ വലിയ പോസ്റ്റിലിരിക്കുന്നതാണ്, പത്പ്രിയാണ്. പക്ഷേ രഞ്ജൻ പ്രമോദിൻ്റെ ആഡ് ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ. ഇത് ഇത് ഡയനാണ്, ടെലിവിഷനിലൊക്കെ മറ്റേ കോമ്പീരിങ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ കുട്ടിയെ വരുമോ വിളിച്ച് അവിടെ ഓഡിഷൻ ചെയ്ത് നോക്കാനോ? ഉം. അപ്പം പുള്ളി പറഞ്ഞ് ആർക്കും ഇവിടെ കൂടെ ഇരിക്കുന്ന ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഉം. അപ്പോൾ എന്ത് പറ്റി അങ്ങനെ തോന്നുന്നത്? ഞാൻ പറഞ്ഞു എന്തോ ഒരു ചെറിയ തോന്നലാണ്, വിളിച്ച് നോക്കാൻ ഞാൻ ഒരു വീഡിയോ ടെസ്റ്റ് എടുത്ത് നോക്കാണ്. ഉം. അങ്ങനെ പട്ടാമ്പിയിൽ അവർ തിരിച്ചു വന്നു. ഓ. വന്നിട്ട് ഒരു റൂമിൽ ഞാനും നയൻതാര മാത്രം. സത്യേട്ടൻ പറഞ്ഞ് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ ക്യാമറ വെച്ചിട്ട് ചിരിക്കൂ, കരയൂ, ചാടിക്കോ, ഇരിക്കൂ, പെട്ടെന്ന് തിരിയോ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്, റണ്ണിങ് കമൻറ്റ് കൊടുക്കും. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ആ. അപ്പോൾ പുള്ളിക്കാരി ഫുള്ള് ചെയ്തിട്ട് കരഞ്ഞോളൂ, ഉം. പെട്ടെന്ന് ചിരിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ഇത് ആൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു നല്ല ഡയറക്ടർ കിട്ടിയ ഷീ ക്യാൻ ഡു ഇറ്റ്. യെസ് യെസ്. അപ്പോൾ സത്യേട്ടൻ കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു വിട്ടു. ഉം. അവരുടെ പേരൻസ് ഉണ്ടായിരുന്നു. പേരൻസ് വന്നിട്ട് പരിചയപ്പെടുത്തി. ദേ ഗോൺ. ഉം. അപ്പം സത്യേട്ടൻ ചോദിച്ചു എങ്ങനെയാണ് ഇപ്പം ഇഷ്ടപ്പെട്ടതെന്ന്. ഞാൻ പറഞ്ഞു എന്തോ ഒരു സ്പാർക്കുണ്ട്, അത് എന്താണെന്നറിയില്ല,